ത്രിയേക ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയ വിശ്വാസികളുടെ സമൂഹമേ, നിങ്ങൾക്ക് ഏവർക്കും പ്രഭാത വചനത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ ചിന്താവിഷയം എന്നത് നല്ല മനസാക്ഷി എപ്പോഴും കാത്ത് സൂക്ഷിക്കുക എന്നതാണ്. ഒരു മനുഷ്യൻ്റെ ജീവിതം സ്റ്റാർട്ടാകുന്നത് അവൻ്റെ അവളുടെ വളർന്നു വരുന്ന സാഹചര്യങ്ങളിൽ കൂടിയാണ്. അവർ വളരുന്ന അന്തരീക്ഷം, വീട്ടിലെ പ്രവൃത്തികൾ, അവൻ്റെ ബന്ധുമിത്രാദികളോട് അവനോടുള്ള ഇടപെടലുകൾ എല്ലാം അവൻ്റെ മനസാക്ഷിയെ പിന്നീട് ബാധിക്കും എന്നതിന് ഒരു സംശയവുമില്ല. ഒരു ഡോക്ടർ തൻ്റെ ഭവനത്തിൽ വന്ന് കുട്ടികളോടുമായി സംസാരിക്കുന്ന അവസരത്തിൽ അവൻ്റെ പകൽക്കാല സമയത്ത് എന്തൊക്കെയാണ് നടന്നതെന്നുള്ളത് വിവരിക്കുമ്പോൾ പറയുന്നത്, എനിക്ക് ഇന്ന് ദൈവകൃപയാൽ 4 ആത്മാക്കളെ 4 മനുഷ്യരെ ചികിത്സിച്ച് അവരെ ജീവനിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ സാധിച്ചു എന്ന് പറയുമ്പോൾ, ഒരു ഉഗ്രവാദി തൻ്റെ ഭവനത്തിൽ വന്ന് പറയുന്നത്, ഇന്ന് എനിക്ക് എൻ്റെ ടാർഗറ്റ് മുഴുവനാക്കാൻ സാധിച്ചു, അതുകൊണ്ട് ഞാൻ എൻ്റെ സെൽഫ് സ്റ്റൈൽഡ് ലീഡറിൻ്റെ മുമ്പിൽ മിടുക്കനായി 4 പേരെ എനിക്ക് വെടിവെച്ച് വീഴ്ത്തുവാൻ സാധിച്ചു എന്ന് പറയുന്നു. ഇവിടെ മനസാക്ഷിയെ വീക്ഷിക്കുമ്പോൾ 2 തരത്തിലുള്ള വ്യക്തിത്വം കാണുവാൻ സാധിക്കുന്നു. നാം സ്വീകരിക്കേണ്ടതായ അന്തരീക്ഷം ആ ഡോക്ടറിൻ്റേത് ആയിരിക്കണം എന്ന് മാത്രം. എപ്പോഴും ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ഉള്ളവരായിരിക്കണം. അതിനായി നാം എന്താണ് ചെയ്യേണ്ടത് എന്ന് നമുക്ക് ഒരു വേദഭാഗം നോക്കാം. അപ്പോസ്തല പ്രവൃത്തികൾ 24-ാം അധ്യായം 15-ഉം 16-ലും പറയുന്നത് ഇപ്രകാരമാണ്, നീതിമാന്മാരുടെയും നീതികെട്ടവരുടെയും പുനരുദ്ധാനം ഉണ്ടാകുമെന്ന് ഇവർ കാത്തിരിക്കുന്നത് പോലെ ഞാനും ദൈവത്തിൽ ആശ്രയിച്ചിരിക്കുന്നു. അതുകൊണ്ട് എനിക്ക് ദൈവത്തോടും മനുഷ്യരോടും കുറ്റമില്ലാത്ത മനസാക്ഷി എല്ലായ്പ്പോഴും ഉണ്ടായിരിക്കുവാൻ ഞാൻ ശ്രമിക്കുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. മഹാപുരോഹിതനായ അനന്യാസ് മുഖന്മാരോടും തെർത്തുല്ലോസ് എന്ന ഒരു വ്യവഹാരജ്ഞനോടും കൂടി വന്ന് പൗലോസ്ലീഹായ്ക്കെതിരായി അന്യായം ഫേലിക്സ് എന്ന ദേശാധിപതിയുടെ മുമ്പാകെ സമർപ്പിക്കുന്നതാണ് പശ്ചാത്തലം. നാം ഇത് വായിച്ച് ഗ്രഹിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ആ മനസ്സാക്ഷി എങ്ങനെ ഉള്ള ഒരു വ്യക്തി ആയിരിക്കണം എന്നുള്ളത്. അടുത്തത് നമ്മൾ നോക്കുമ്പോൾ, പരിശുദ്ധനായ പൗലോസ്ലീഹ തിമോഥെയോസിന് എഴുതിയ 1-ാം ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 18-ഉം 19-ഉം വായിക്കുമ്പോൾ ഇവിടെ ഇപ്രകാരം പറയുന്നു, മകനെ തിമോഥെയോസ്, നിന്നെക്കുറിച്ച് മുമ്പുണ്ടായ പ്രവചനങ്ങൾക്ക് ഒത്തവണ്ണം ഞാൻ ഈ ആജ്ഞ നിനക്ക് ഏൽപ്പിക്കുന്നു. നീ വിശ്വാസവും നല്ല മനസാക്ഷിയുമുള്ളവനായി അവയെ അനുസരിച്ച് നല്ല യുദ്ധസേവ ചെയ്യുക. ചിലർ നല്ല മനസാക്ഷി തള്ളിക്കളഞ്ഞിട്ട് അവരുടെ വിശ്വാസക്കപ്പൽ തകർന്നുപോയി എന്ന് ഈ വേദഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. എബ്രായർക്കെഴുതിയ ലേഖനം 13-ാം അധ്യായം 18-ാം വാക്യത്തിൽ പ്രകാരം പറയുന്നു, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും സകലത്തിലും നല്ലവരായി നടപ്പാനിച്ഛിക്കൊണ്ട് ഞങ്ങൾക്ക് നല്ല മനസാക്ഷി ഉണ്ടെന്ന് ഞങ്ങൾ ഉറച്ചിരിക്കുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. ഫിലിപ്പിയർക്കെഴുതിയ ലേഖനം 3-ാം അധ്യായം 14-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു, ഒന്ന് ഞാൻ ചെയ്യുന്നു, പിമ്പിലുള്ളത് മറന്ന് മുമ്പിലുള്ളതിനെ ആഞ്ഞും കൊണ്ട് ക്രിസ്തു യേശുവിൽ ദൈവത്തിൻ്റെ പരമവിളിയുടെ ബിരുദനായി ലാക്കിലേക്ക് ഓടുന്നു എന്ന് പറയുന്നു. പഴയതിനെ മറന്ന് ഒരു പുതിയ ജീവിതം നമുക്ക് സാധിക്കുമോ? നല്ല മനസാക്ഷിയുള്ളവരായി ജീവിക്കണമെങ്കിൽ ഒരു സംഭവം കൂടി പറയാം. ഒരു വ്യക്തി ഷൂ ധരിച്ചുകൊണ്ട് കല്ലിൽ കൂടി നടന്നാൽ അവന് നോവില്ല. എന്നാൽ ആ കല്ലുകളിൽ ഒരെണ്ണം അവൻ്റെ ഷൂവിൽ കടന്നാൽ അവൻ നോവും. അപ്പോൾ എന്താ ചെയ്യുക? നാം അതിനെ ഉടനെ തന്നെ എടുത്തു കളയും. അതുപോലെ നമുക്ക് പാപ വഴികളിൽ വീഴാതെ പാപികളുടെ ഇടയിലൂടെ കടന്ന് ദൈവത്തിൽ ആശ്രയിച്ച് നല്ല മനസാക്ഷിയുള്ളവരായി ബാക്കി ജീവിതം ജീവിക്കാനായിട്ട് ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് നമുക്ക് ഈ അവസരത്തിൽ പ്രാർത്ഥിക്കാം. അതിനായിട്ട് നാം നോക്കേണ്ടതായ ഒരു സങ്കീർത്തന ഭാഗമുണ്ട്. സങ്കീർത്തനങ്ങൾ 17-ാം അധ്യായം 15-ാം വാക്യം, ഞാനോ നീതിയിൽ നിന്റെ മുമ്പാകെ കാണും, ഞാനോ നീതിയിൽ നിന്റെ മുഖത്തെ കാണും, ഞാൻ ഉണരുമ്പോൾ നിന്റെ രൂപം കണ്ട് തൃപ്തനാകും എന്നാണ് പറയുന്നത്. കർത്താവിൽ പ്രിയ വിശ്വാസികളുടെ സമൂഹമേ, നാം ഏവർക്കും എപ്പോഴും നീതിയിൽ കർത്താവായ യേശു ക്രിസ്തുവിനെ കാണുവാനായിട്ട് അവൻ്റെ മുഖത്തെ നമുക്ക് ധ്യാനിക്കാം.
ഞാൻ ഉണരുമ്പോൾ നിന്റെ രൂപം കണ്ട് തൃപ്തനാകും. അതിനായി നമുക്കെല്ലാവർക്കും ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് ഒരിക്കൽ കൂടി പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം.